എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം എന്ന ചിന്ത വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം നിന്റെ പ്രവൃത്തികളിൽ പ്രസാദിച്ചിരിക്കുന്നുവല്ലോ. നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നടപ്പ്, നമ്മുടെ ചിന്ത എല്ലാം ദൈവത്തിന് പ്രസാദമായ ഒരു അനുഭവത്തിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ധാരാളം വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായി അനുകരിക്കുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കുന്നു: എന്നെ അയച്ചവൻ എല്ലായ്പ്പോഴും എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവനെ ഏകനായി വിട്ടിട്ടില്ല. തന്നെ അയച്ച പിതാവിന് പ്രസാദകരമായത് ചെയ്തുകൊണ്ട് പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ ജീവിപ്പാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ പിതാവ് ഏകനായി വിട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവിനെ പിൻഗമിച്ച ജനസമൂഹം കർത്താവിനോട് ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് കർത്താവ് കൊടുത്ത മറുപടി, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ വിശ്വസിക്കുകയത്രേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മെ വിളിച്ച, നമ്മെ രക്ഷിച്ച, നമ്മെ നടത്തുന്ന നമ്മുടെ കർത്താവിൽ ആഴമായി വിശ്വസിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവിൽ നാം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് നാം മുൻപോട്ട് പോയാൽ ഒരിക്കലും ഈ ലോകത്തിൽ നമ്മെ കർത്താവ് തനിയെ വിടുകയില്ല. അവൻ നമ്മോട് കൂടെയുള്ള ഒരു ദൈവമാണ്. വിശുദ്ധ തിരുവെഴുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കാം എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ജീവിതത്തിൻ്റെ ഏത് കഠിനമായ അനുഭവങ്ങളുടെ നടുവിലും ആഴമായി കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്ത് നമ്മുടെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുവാൻ സർവകൃപാലുവായ കർത്താവ് നമ്മെ ഓരോ ദിവസവും സഹായിക്കട്ടെ എന്നും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാം വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്ത മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ദൈവം തന്നെ കൈവിട്ടില്ല. ഇന്ന് പകൽ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകുന്ന ഈ ചെറിയ ജീവിതം അങ്ങയിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട്, അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും മുൻപോട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ.